നമസ്കാരം, ബ്ലൂമിൻടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് റെഡ്മിയുടെ നോട്ട് 7 Pro ആയിട്ടാണ്. അപ്പോൾ നമുക്കറിയണ പോലെ തന്നെ ഒരു 48 മെഗാ പിക്സൽ ക്യാമറയും അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗന്റെ പുതിയ 675 ആണ് ഇതിന്റെ പ്രൊസസ്സർ വരുന്നത്. അതും ഒരു 14,000 രൂപയ്ക്കാണ് ഈ ഫോണിന്റെ റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്കറിയണ പോലെ തന്നെ ഒരു മാസത്തോളമായി നമ്മുടെ ഈ ഫോൺ ഇറങ്ങിയിട്ട്, പക്ഷേ ഓൺലൈനിൽ എല്ലാ ആഴ്ചയിലും സെയിൽ ഉണ്ടെങ്കിലും ഫുൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്, കിട്ടാനില്ല. അപ്പോൾ നമ്മൾ കുറേ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് സാധനം ലാസ്റ്റ് കിട്ടിയത്. അപ്പോൾ നമുക്ക് റെഡ്മി നോട്ട് 7 Proന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജിവിൻ ജോർജ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഫോണിൻ്റെ ബോക്സ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നല്ല ഭംഗിയിലൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. താഴ്ഭാഗത്ത് റെഡ് കളറും അതുപോലെ തന്നെ മുകളിൽ ഒരു ബ്ലൂവും അതൊരു പ്രത്യേകം ഗ്രേഡിയൻ കളറാണ് ഡിസൈൻ ചെയ്തത്. പിന്നെ താഴ്ഭാഗത്തായിട്ട് റെഡ്മി നോട്ട് 7 Pro എന്നും അതുപോലെ തന്നെ മെയിൻ പ്രത്യേകമായ 48 മെഗാ പിക്സൽ ക്യാമറ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുകൾ ഭാഗത്തായിട്ട് നമ്മുടെ ഷിയോമിയുടെ ഒരു ലോഗിങ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് റെഡ്മി നോട്ട് 7 Proന്റെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്, ഇപ്പുറ സൈഡിലും ഇങ്ങനെ. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് കൊടുത്തിരിക്കുന്നത് ഈ ബോക്സിൽ എന്തൊക്കെ കാര്യങ്ങളുള്ളതെന്നൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതായത് മൊബൈൽ ഫോൺ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു അഡാപ്റ്റർ, ചാർജിങ് അഡാപ്റ്ററാണ് അത്. അതുപോലെ തന്നെ ടൈപ്പ് സിയുടെ USB കേബിൾ, പിന്നെ സിം ഇജക്ടർ ടൂള്, യൂസർ ഗൈഡ്, വാറണ്ടി കാർഡ്, പിന്നെ നല്ലൊരു കേസും വരുന്നുണ്ട്. ഇത് നമുക്ക് കൊടുത്തേണ്ട റേറ്റ് എന്ന് പറയുന്നത് 16,000 രൂപയാണ്. പക്ഷേ അത്രയൊന്നും ഇല്ല, 14,000 രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. നമ്മുടെ ഉള്ള വേരിയൻ്റ് എന്ന് പറയുന്നത് 4 GB റാമിൻ്റെയും 64 GB റോമിൻ്റെ ഒരു വേരിയൻ്റ് നമ്മുടെ ഉള്ളത്, അതും ബ്ലാക്ക് എഡിഷനാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മെയിൻ ഫീച്ചറായ 48 മെഗാ പിക്സൽ ക്യാമറയും അതുപോലെ തന്നെ 5 മെഗാ പിക്സൽ ക്യാമറ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊസസ്സർ വരുന്നത് സ്നാപ്ഡ്രാഗൺ 675 പ്രൊസസ്സർ, അത് പുതിയ പ്രൊസസ്സറാണ്, അത്യാവശ്യം നല്ലൊരു പ്രൊസസ്സറാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത് 6.3 ഇഞ്ചാണ് സ്ക്രീൻ സൈസ് വരുന്നത്, അതും ഫുൾ HD ആണ്, നോച്ച് ഡിസ്പ്ലേ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് 4000 mAh ബാറ്ററി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫോൺ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ടൈപ്പ് സി ഇതിൻ്റെ USB കേബിൾ വരുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ടെർബോ ചാർജ് എനേബിൾ ആണ്, ഫിംഗർ പ്രിൻറ്റ് സെൻസറും. അതുപോലെ തന്നെ 256 GB വരെ നമുക്ക് മെമ്മറിക്ക് എക്സ്പെൻഡ് ചെയ്യാൻ പറ്റും. MIUI 9 ആണ് വരുന്നത്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് പൈയും ഇതിനകത്ത് എനേബിൾ ആണ്. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ബോക്സ് ഒന്ന് വരുന്നത്. നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വരുന്നത് ഒരു നോർമൽ അത്യാവശ്യം നല്ലൊരു കേസ് വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ഫോണുകൾക്കും ഇങ്ങനത്തെ ഒരു കേസ് വരുന്നുണ്ട്, അത് അത്യാവശ്യം നല്ലൊരു കേസ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫോൺ വരുന്നുണ്ട്, ഫോൺ നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്കൊരു യൂസർ ഗൈഡും അതുപോലെ തന്നെ വാറണ്ടി കാർഡും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാർജിൻ്റെ അഡാപ്റ്റർ വരുന്നുണ്ട്. ഇതിപ്പോൾ നോർമൽ അഡാപ്റ്ററിന് വരുന്നത് 5 വാട്ടും അതുപോലെ തന്നെ 2 ആമ്പിയറിൻ്റെ ഒരു നോർമൽ ചാർജറാണ് വരുന്നത്. നമ്മുടെ ഫോൺ ഇപ്പോൾ ക്വിക്ക് ചാർജ് 4.0 സപ്പോർട്ടൊക്കെ ചെയ്യും. അത്യാവശ്യം നല്ല ടെർബോ ചാർജിങ് ഒക്കെ ഇതിനകത്ത് എനേബിളാണ്. നമുക്ക് നല്ലൊരു ചാർജർ നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ USB കേബിൾ വരുന്നത് ടൈപ്പ് സി മോഡൽ USB കേബിൾ വരുന്നത്, അത്യാവശ്യം നല്ലൊരു USB ക്വാളിറ്റിക്ക് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മൈക്രോ USB ആക്കണമെങ്കിൽ ഒരു എക്സ്റ്റേണൽ അഡാപ്റ്റർ യൂസ് ചെയ്യേണ്ടി വരും ഇത് ചെയ്യണമെങ്കിൽ. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ബോക്സിൽ വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഫോണിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മൾ സ്റ്റിക്കർ വരുമ്പോൾ നമ്മുടെ ഡിസ്പ്ലേ നോക്കണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയുടെ ഡിസ്പ്ലേ നമുക്ക് വരുന്നത്. അത്യാവശ്യം നല്ലൊരു വെസൽലെസ് ഡിസ്പ്ലേ പോലെ തന്നെ നമുക്ക് അറ്റം കണ്ടാൽ മനസ്സിലാവും. ഇതിൻ്റെയൊക്കെ തീരെ അറ്റം വരെ ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ വന്നിരിക്കണ പോലെ തന്നെ അത്യാവശ്യം നല്ല ഭംഗിയിലാണ് ഡിസ്പ്ലേ നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ കോർണിംഗ് ഗ്ലാസ് 5.1 ഡിസ്പ്ലേക്ക് വരുന്നത്. നമ്മുടെ ഫോണിൻ്റെ സൈഡ് ഭാഗത്ത് നോക്കണമെങ്കിൽ നമുക്ക് വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഹൈബ്രിഡിൻ്റെ സ്ലിം സ്ലോട്ടാണ് വരുന്നത്. ഇത് മെയിൻ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഇപ്പോൾ അത്യാവശ്യം ഫോണുകളൊക്കെ ഡെഡിക്കേറ്റ് സ്ലോട്ടാണ് വരുന്നത്, ഇതിനകത്ത് ഹൈബ്രിഡ് ഡോട്ടാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ അടിഭാഗത്ത് വരുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ സ്പീക്കർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നമ്മുടെ USB പോർട്ട് വരുന്നുണ്ട്, അതായത് ടൈപ്പ് സിയുടെ USB പോർട്ട് വരുന്നുണ്ട്. സൈഡ് ഭാഗത്തായിട്ട് നമ്മുടെ മൈക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ വരുന്നത് നമ്മുടെ പവർ ബട്ടൺ വരുന്നുണ്ട്, അതുപോലെ തന്നെ വോളിയം ബ്ലോക്കേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ ഈ സൈഡ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മുകൾ ഭാഗത്തായിട്ട് നമ്മുടെ റെഡ്മിക്കാരെ മെയിൻ പ്രത്യേകതയായ അവരെ IA ബ്ലാസ്റ്ററും അതുപോലെ തന്നെ 3.5mm ഒരു ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സെക്കൻഡറി മൈക്കാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഡിസ്പ്ലേ നേരത്തെ പറയാൻ പറ്റിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്പീക്കറൊക്കെ നമുക്ക് മുകളിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഡ്രോപ്ലെറ്റാണ് ഇതിൻ്റെ നോച്ച് വരുന്നത്. അതൊക്കെയാണ് ഇപ്പോൾ മെയിൻ പ്രത്യേകതയായിട്ട് നമുക്ക് ഈ ഫോൺ വന്നിരിക്കുന്നത്. നമ്മുടെ ഫോണിൻ്റെ ബാക്ക് സൈഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്ക് സൈഡിൽ ഒരു ഗ്ലാസ് ഫിനിഷാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഡിസൈനാണ് ബാക്ക് ചെയ്തിരുന്നത്. ഒരു ഗ്ലാസ് പോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു മെറ്റലാണ് യൂസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ 48 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയും 5 മെഗാ പിക്സലിൻ്റെ ഒരു സെക്കൻഡറി ക്യാമറയും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ താഴത്തായിട്ട് ഒരു ഡിവൈഡ് ഫ്ലാഷാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 48 മെഗാ പിക്സലിനും AL ക്യാമറ എന്നൊക്കെ അതിനകത്ത് ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നുണ്ട്. പിന്നെ താഴത്ത് റെഡ്മിയുടെ ഒരു ലോഗോ,
അതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തോന്നി ഈ ബാക്കിൽ ഈ ക്യാമറയുടെ മുകളിൽ ഈ തള്ളിക്കുന്ന ഭാഗം മാത്രമേ തോന്നിയുള്ളൂ. അത്യാവശ്യം നല്ലൊരു ഫോണാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഫോണൊക്കെ ഓൺ ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ ഫോൺ ഓൺ ആവുന്നുണ്ട്. പഴയതുപോലെ അധികം ടൈമൊന്നും എടുക്കുന്നില്ല, വേഗം തന്നെ ഓൺ ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോണൊന്ന് ഓൺ ആക്കി നോക്കാം. ഹോം സ്ക്രീനൊക്കെ സാധാ മറ്റുള്ള ഫോൺ പോലെ, റെഡ്മിയുടെ ഫോൺ പോലെ തന്നെ സാധാ നോർമൽ ഫോൺ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ നോച്ച് വരുന്നത് ഡ്രോപ്ലെറ്റ് നോച്ചാണ് വരുന്നിരിക്കുന്നത്. മുകളിലെ ഭാഗത്തുള്ള ഡിസൈനൊക്കെ സാധാ നമ്മുടെ 6 Pro ഒക്കെ പോലെ തന്നെ അത്യാവശ്യം സെയിമാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മളുള്ള വേരിയൻറ്റ് പറയുന്നത് 4 GB അതുപോലെ തന്നെ 64 GB റോമിൻ്റെ വേരിയൻറ്റ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ആൻഡ്രോയിഡ് വേർഷൻ വരുന്നത് 5 ആണ് ആൻഡ്രോയിഡ് വേർഷൻ വരുന്നത്. മറ്റേ അടുത്തേക്കുള്ള അപ്ഡേഷനൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതിൻ്റെ പെർഫോമൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഗെയിം കളിക്കുമ്പോഴായാലും PUBG ആയാലും അതുപോലെ തന്നെ വേറെ അസ്വാൾട്ട് ആയാലും അത്യാവശ്യം നല്ല പെർഫോമൻസ് നമ്മുടെ ഫോണുണ്ട്. അധികം ഓവർ ഹീറ്റ് ഒന്നുമില്ല, ഒരു ആവറേജ് ഹീറ്റൊക്കെ ഉള്ളൂ, വലിയ കുഴപ്പമൊന്നുമില്ല. സാധാ നോർമൽ റേഞ്ചുള്ള ഫോൺ തന്നെ. ഫ്രണ്ട്ലി സ്മാർട്ട് ഫോണാണ്. അത് 14,000 രൂപയ്ക്ക് ഇത്രയും സ്പെസിഫിക്കേഷനുള്ള ഫോണൊക്കെ കിട്ടുകയെന്ന് വെച്ചാൽ നല്ലത് തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ മെയിൻ പ്രത്യേകത നമുക്ക് പറയുന്ന പോലെ തന്നെ 48 MP മെയിൻ പ്രത്യേകത തോന്നുന്നുണ്ട്. നമുക്കതിനെ ക്യാമറ നോക്കാം. നമ്മുടെ ക്യാമറ ഒക്കെ സാധാരണ തോന്നുന്നത്, പക്ഷെ നമുക്ക് 48 MP ആക്കണമെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. നോക്കുമ്പോൾ ഇവിടെ കാണാൻ പറ്റും 48 MP എന്നൊരു ഓപ്ഷൻ. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഗൂഗിൾ ലെൻസും ഗ്രൂപ്പ് സെൽഫി എടുക്കുമ്പോൾ കുറച്ചുകൂടി വൈഡായി കിട്ടാൻ വേണ്ടി ഗ്രൂപ്പ് സെൽഫിയുടെ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ടൈമർ, ഇങ്ങനെ സെറ്റിങ്സ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് പോർട്രേറ്റ് മോഡ്, അതുപോലെ തന്നെ നൈറ്റ് മോഡ്, സ്ക്വയർ മോഡ്, പാനോരമ, അതുപോലെ തന്നെ പ്രോ മോഡ് എന്നൊക്കെ ഉണ്ട്. ഇങ്ങനെ കുറേ പ്രത്യേക മോഡുകളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ടൈം ലാപ്സും അത്യാവശ്യം നല്ല ഒരു സ്ലോ മോഷൻ വീഡിയോ ഒക്കെ പറ്റിയ നല്ലൊരു ക്യാമറയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫോണിനെ കുറിച്ച് പറഞ്ഞാൽ. അത്യാവശ്യം നല്ല സ്പീഡൊക്കെ ഉണ്ട്, നല്ല പെർഫോമൻസ് ഒക്കെ ഉള്ള ഫോണാണ്. നിങ്ങളിപ്പോൾ പുതിയ ഫോൺ നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫോണൊക്കെ നോക്കാം. അത്യാവശ്യം നല്ലൊരു ഫോണാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അത്യാവശ്യം നല്ലൊരു സ്മാർട്ട് ഫോണാണ്. അതും ബഡ്ജറ്റ് റേഞ്ചിൽ 48 MP ക്യാമറയും അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ നല്ല പ്രോസസ്സർ നമ്മുടെ ഈ ഫോണിലുണ്ട്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും നല്ല സൂപ്പർ ഫോണാണ്. ഇതിൻ്റെ ക്യാമറ ക്ലാരിറ്റി എന്ന് പറയുന്നത് നല്ല അടിപൊളി ക്ലാരിറ്റിയാണ്. ഞാൻ കുറച്ച് സാമ്പിൾ പിക്ചർ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ നോക്കാം അതെങ്ങനെയാണ് ഇതിൻ്റെ ക്ലാരിറ്റി എന്നൊക്കെ. അപ്പോൾ നമ്മൾ എന്നും പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കാം. ഇതിലും നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.